സുഹൃത്തുക്കളെ, ഞാൻ പുതുപ്പറമ്പ് എത്തിയിട്ടുണ്ട്. നോവപ്പടിയിൽ ഒരാളെ കാണിച്ചിരട്ടോ. സുഹൈൽ ഒരുപാട് ദിവസമായി എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയോട് കൂടി അവൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. പക്ഷേ ആ മാർക്ക് നേടിയിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ കളിയാക്കിയാലോ. അപ്പോൾ അതെന്താണെന്നുള്ളതും അവൻ്റെ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ സഹകരിക്കണം. ആളെ കാണിച്ചു തരാം. ഇത് ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയൂ, എന്തൊക്കെയുണ്ട്? സുഖമാണ്. ഇതിപ്പോ നിങ്ങള് വാടക വീടാണല്ലേ? എന്റെ വീട് വാടക വീടാണ്. വീടൊക്കെ നേരത്തെ വീടൊക്കെ വിൽക്കേണ്ടി വന്നുല്ലേ? നേരത്തെ വീട് വിൽക്കേണ്ട അവസ്ഥ വന്ന് നമ്മൾ ഇവിടെ ഇരിക്കല്ലേ, എന്നിട്ട് സംസാരിക്കല്ലേ ആളുകൾക്ക്. ഇപ്പൊ റിസൾട്ട് വേദന ഉണ്ട് അല്ലേ? റിസൾട്ട് +2 റിസൾട്ട് വന്നുല്ലേ? മാർക്ക് എങ്ങനെയുണ്ട്? മികച്ച മാർക്ക് തന്നെ, മികച്ച മാർക്കാണ്. പക്ഷെ ആരൊക്കെ ചടപ്പിച്ചു, 3 ദിവസം ഫോൺ എടുക്കാതായി എന്നൊക്കെ ഉള്ള റിപ്പോർട്ടാണ് സുഹൈല എനിക്ക് കിട്ടിയത്. സത്യമാണ്. സത്യ? അതാരാണ്? അതൊന്നും അറിയണല്ലോ എനിക്ക്. നമ്മൾ അവിടെ ഇരിക്കുക അല്ലെങ്കിൽ. സുഹൃത്തുക്കളെ, സുഹൈല് പിന്നെന്താ അറിയോ, സുഹൈല് പറപ്പൂർ IHSലാണ്. SLC +2 കഴിഞ്ഞു. പിന്നെ എന്താ മാർക്ക് എന്ന് പറഞ്ഞ ഹ്യൂമാനിറ്റീസിൽ എത്ര മാർക്കുണ്ട്? 933 മാർക്കുണ്ട്. ആണല്ലേ? 1200ലേക്ക് 267 മാർക്കാണ് കുറവുള്ളത്. പക്ഷെ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് എന്തോ ഒരു പ്രശ്നമാക്കി. എന്താണ് വിഷയം എന്ന് പറഞ്ഞു എന്റെ ആളുകളോട്? അതെന്താന്ന് വെച്ചാല്, നീ സ്ക്രൈബ് എഴുതിയിട്ട് നിനക്ക് എത്ര മാർക്കല്ലേ കിട്ടിയുള്ളൂ, നിന്റെ പ്രശ്നം നീ എവിടെ എത്തൂല എന്നുള്ള ഒരു വിഷമമാണ്. ഒരു വിഷമിപ്പിക്കല്, ഒരു നിരുത്സാഹപ്പെടുത്തലുണ്ടായി. ഞങ്ങളിതാ കാണിച്ചു തരാം. സുഹൈലിന്റെ ലക്ഷ്യം എന്താണ്? എനിക്കൊരു ജോലി വേണം. അതിന് എന്റെ ഉപ്പയെ കൊണ്ട് ഇപ്പൊ ഒന്നിനും കഴിയൂല. എനിക്കൊരു ജോലി വേണമെന്ന് വെച്ചാല് നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് കഴിയുള്ളൂ. എന്താ തുടർ പഠനം എന്തുകൊണ്ട് പറ്റൂല? കാരണം ഇപ്പൊ +2 വരെ എത്തി, സ്ക്രൈബ് വെച്ചിട്ടാണെങ്കിലും എന്തിനാ. പിന്നെ സുഹൈലിനെ പറ്റി വേറെ കാര്യം പറഞ്ഞാ, സുഹൈൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആട്ടോ. സ്കൂളിലൊന്ന് അന്വേഷിച്ചാൽ മതി. IHS പറപ്പൂരിൽ +2 കുട്ടികളുടെ അന്വേഷിച്ചാൽ മതി. അവിടെ കുട്ടികളെ എല്ലാ ക്ലാസ്സിലും അധ്യാപകർ ഒരുപാട് പേരിനെ വിളിച്ചിട്ടുണ്ട്. കബീർ മാഷ്, അതേപോലെ തന്നെ ഇസാഖ് മാഷ്, എല്ലാം അറിയില്ലേ? ഓരൊക്കെ പറഞ്ഞത് സുഹൈല് നല്ല കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ ആ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന സുഹൈലിന് റിസൾട്ട് വന്നപ്പോൾ ഇത്രയും മാർക്ക് ഉണ്ടായിട്ട് ഒന്ന് നെഗ്ലക്ട് ചെയ്യാൻ, ഒന്ന് സുഹൈലിനൊന്ന് അവഗണിക്കാൻ അല്ലെങ്കിൽ മോശമാക്കാനുള്ള ശ്രമം നടന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണാം. പക്ഷെ ഞാൻ അതിന് തളരൂല, ഒരിക്കലും തളരൂല. അതിലും മികച്ച നിലയിലെത്തി അവരുടെ മുന്നിൽ ഉയർത്തി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. സുഹൈലിന് ഇനിയുള്ള ആഗ്രഹം എന്താണ്? എന്തുകൊണ്ട് തുടർ പഠനം പറ്റണില്ല? +2 കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം? തുടർ പഠനം എന്ന് വെച്ചാൽ എനിക്ക് വണ്ടിയിൽ പോകാനുള്ള അവസ്ഥയില്ല. എനിക്ക് മുട്ടുത്തിയാണ് ഞാൻ നടക്കാറുള്ളത്. എല്ലാ കാര്യവും പറയാലോ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്റെ തുടർ പഠനം കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് എന്താണ് ആവശ്യം? ഒരു ജോബ്, ജോബാണ്? ഒരു കടയോ ചെറിയൊരു കടയോ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം നിങ്ങൾ ചെയ്തു തരണം. സുഹൃത്തുക്കളെ, ഇത് സുഹൈലിനെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. നല്ല കുട്ടിയാട്ടോ. ഇവിടെ വാടക വീട്ടിൽ വർഷങ്ങളായി. അവരുടെ ഉള്ള വീടൊക്കെ എന്തൊക്കെയോ ബാധ്യത വന്നിട്ട് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സുഹൈൽ ഒന്നും സാമ്പത്തിക സഹായം ഒന്നും ചോദിക്കുന്നില്ല. സുഹൈൽ ആകെ ആവശ്യപ്പെടുന്നത്, ഈ വീഡിയോ കാണുന്ന സുമനസ്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുതുപ്പറമ്പ് ഭാഗത്ത് ഒരു കട ഇട്ട് കൊടുത്താൽ പോരെ അല്ലെ? പെട്ടിക്കട ഇട്ട് കഴിഞ്ഞാൽ എന്താ ലക്ഷ്യം? എന്താണ്? വീട്ടുകാരെയും വീട്ടിലെ ഉപ്പയെയും രക്ഷിക്കണം എന്നാണ്. എന്താ ഉദ്ദേശിക്കണത്? അവരെ എന്ത് ചെയ്തു കൊടുക്കാനാണ്? ഒരു കൊച്ചു വീട് അവർക്ക് സ്വന്തമായി ലഭിക്കാനുള്ള ഒരു ശ്രമമാണല്ലേ? അപ്പൊ അത് നടക്കും. അത് ഒരുപാട് കുട്ടികളെ എന്നെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നീ പറയാലോ? പറഞ്ഞോളൂ. നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് നീ ബുദ്ധിമുട്ടും എന്നുള്ളൊരു ആവശ്യം. എന്റെ ഉമ്മ പോലും ഈ കാര്യം എന്റെ ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ കുട്ടികൾ ഇത് കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ ആളുകൾ സപ്പോർട്ട് ചെയ്യേ. കാരണം സുഹൈലിനെ പോലെ സുഹൈൽ ഇപ്പൊ കിടക്കുന്നുണ്ട് ചാനൽ. ഞാൻ വന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വന്നതിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഒരു 2 മാസം 3 മാസം മുന്നേ എനിക്ക് എന്റെ അധ്യാപകൻ തന്നിട്ടും എനിക്ക് ഇതിലേക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായത് ഇപ്പോഴാണ്. എന്തുകൊണ്ടറിയോ? കുട്ടികൾ പറഞ്ഞു, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല, ഇനി ഈ മാർക്ക് വെച്ച് നീ എവിടെ എത്തൂല എന്നുള്ളൊരു. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് റെഡി ആക്കാം. സുഹൈൽ ഇപ്പൊ തുടർ പഠനം ഇനി സാധ്യമല്ല എന്നാ സുഹൈൽ പറഞ്ഞത്. അപ്പോൾ സുഹൈലിന് ഒരു കട ഇട്ട് കൊടുക്കണം. സുഹൈൽ എന്തൊക്കെ സ്കൂളിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എങ്ങനെ പഠനത്തിൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും നല്ല മാർക്കാണ് സുഹൈലിന് കിട്ടിയത്? അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു. രഹസ്യം എന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് കൊടുത്ത ഒരു എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്റെ ക്ലാസ്സിലെ പല കുട്ടികളും എന്നെ വിളിച്ച് പറഞ്ഞു, നിന്റെ ആ മോട്ടിവേഷൻ, എന്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാർ വരെ എന്നെ കുറിച്ച് പറഞ്ഞു, നീ ഈ മോട്ടിവേഷൻ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്.
ഒരുപാട് കാര്യത്തില് എന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഞാന് പരസ്യമാക്കാനും പ്രതീക്ഷിക്കാത്ത പലതും ഇതിൽ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് +2 ജീവിതം എത്താൻ കാരണം അതും പറയാലോ, ഒരുപാട് ആളുകള് അത് സ്കൂൾ സംബന്ധമായ കാര്യമായതുകൊണ്ടാണ്. സ്കൂളിലേക്ക് നീ പഠിക്കാൻ നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് കഴിയൂല എന്ന് ചോദിച്ച ചോദ്യത്തില് നിനക്ക് മുകളിൽ ആയതുകൊണ്ട് തരാൻ കഴിയൂലെന്ന്. 2018 SLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എന്നിട്ട് ഈ 4 വർഷം കൊണ്ടാണ് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. +2 നല്ല മാർക്ക് കിട്ടിയില്ലേ? +2 നല്ല മാർക്ക് കിട്ടി. പക്ഷേ ജീവിതത്തിലും ഇതേപോലെ പോസിറ്റീവായി എനിക്ക് എത്തണം. സ്കൂൾക്ക് എങ്ങനെ പോവാറുള്ളത്? ഉപ്പ കൊണ്ടാക്കി തരും. ആണോ? എത്ര കൊല്ലായിട്ട് ഉപ്പയാണ് സ്കൂൾ കൊണ്ടുപോകുന്നത്? എത്ര ക്ലാസ് മുതല്? ആദ്യം മുതല് 1 മുതൽ 7, 8, 9 ഒക്കെ പൈസ കൊടുത്ത് ഓട്ടോറിക്ഷ ഏൽപ്പിച്ച്. ഈ +2 +1 നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയതും. അതുപോലെ ഉപ്പ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുടെ സപ്പോർട്ട് നല്ല ഉണ്ട്, അതില് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഉമ്മയുടെ സപ്പോർട്ട് എന്ന് വെച്ചാല് പരീക്ഷയുടെ കാര്യത്തിലായാലും ഒരിക്കലും തളരരുത് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉമ്മയും ഫാമിലിയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉപ്പയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഈ കോലത്തിലാക്കിയത് ഉപ്പയാണ്. എന്റെ കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലെങ്കിലും ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാല് എന്നിലും മുകളില്, സത്യം പറയാണ്, എന്നിലും മുകളില് ഒരുപാട് പൈസ എന്റെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്റെ ഉപ്പയാണ്. ഉപ്പയും ഉമ്മയുടെ ഫാമിലിയും ഒക്കെയാണ്. 2 വയസ്സ് മുതലേ ചികിത്സ തന്നെയാണ്. ഉമ്മയുടെ ഫാമിലി ഒന്നും ഉപ്പയെ കൊണ്ട് സാധിക്കാത്തൊരു സമയം വന്നപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ചികിത്സ ചെയ്തത് എന്റെ അമ്മോനാണ്. പിന്നെ ഉപ്പയ്ക്ക് എവിടൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ മിക്കവാറും സ്കൂളിലും ഹോസ്പിറ്റലിലും ആയിരിക്കും എന്റെ ജീവിതം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ മാർക്ക് കിട്ടിയപ്പോ സുഹേലിന് എന്താ പേഴ്സണലി നല്ല ഹാപ്പി എന്താ പറഞ്ഞത്? ഉപ്പ പറഞ്ഞത് നിന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണ്, നിന്റെ മോട്ടിവേഷനെ കൊണ്ട് കുട്ടികൾക്ക് കിട്ടിയ ഒരു മാർക്കാണെങ്കിലും നിനക്ക് കിട്ടിയ മാർക്കാണെങ്കിലും പറയുന്നവർ പറഞ്ഞോട്ടെ, അതിന്റെ മുകളിലേക്ക് എത്താനാണ് എന്റെ ഉപ്പ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞവർ പറഞ്ഞോട്ടെ ഇത് നല്ല മാർക്കാണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഏതായാലും സുഹേൽ ഇപ്പൊ ഹാപ്പിയായി. ഞാൻ വന്നപ്പോ എന്ത് തോന്നുന്നു? വന്നപ്പോ എന്നെ പ്രേക്ഷകർ തിരിച്ചറിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. നിങ്ങൾ കഴിയുന്ന വിധം സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ എത്തിക്കേണ്ടവർക്ക് എത്തിക്കണം. പിന്നെ പറയാനുള്ളത് എന്റെ ഫാമിലിയില് എന്റെ ഇത്തയും കുറിച്ചിട്ടാണ്. ചെറുപ്പം മുതലേ എന്റെ ഇത്തയാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയിൽ ഇരുത്തിയാലും മടിയിൽ ഇരുത്തിയാലും. ഇത്തന്റെ പേര് ഷിഫാന നർഗീസ്. ഇപ്പോ ഒരാളെയും കൂടി ഞാൻ വിട്ടുപോയത് എന്താ വെച്ചാല് അനിയന് എന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഉപ്പയെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയാത്തത് കൊണ്ട് എന്നെക്കാളും 6 വയസ്സ് താന്നിട്ടാണെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ പോലെയാണ് എന്റെ അനിയന്. ആണല്ലേ? അല്ല, സ്കൂളിൽ ഇങ്ങനെ പോയപ്പോ ആദ്യം ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല ഹൈസ്കൂളിലും +2ലൊന്നും. സുഹേലില്ലാത്ത ഒരാളായിട്ട് കണ്ടു. പിന്നെ സുഹേലിന്റെ കഴിവ് കണ്ടപ്പോ ആൾക്കാർ പിന്നെ എന്താ തിരിച്ചറിഞ്ഞത്? പിന്നെ സ്കൂളില് ആദ്യം ഒരു മൈൻഡ് ഉണ്ടാവില്ല, പിന്നെ മോട്ടിവേഷൻ കൊടുത്തോടു കൂടി എങ്ങനെയാണ് കുട്ടികളുടെ സ്റ്റാർ ആയോ? സ്റ്റാർ ആയി എന്ന് പറഞ്ഞാല് എന്റെ ക്ലാസ്സിലെയൊക്കെ ഏതൊരു ഇപ്പോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ അധ്യാപകനായി വർക്ക് ചെയ്യുന്ന ഒരു സാറ്, എന്റെ പ്രിയപ്പെട്ട സാറ് എന്നെ കുറിച്ച് എപ്പോഴും പറയും, നീ കൊടുത്ത ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും എത്താം എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് ഇക്കുറി 299 കുട്ടികൾ പരീക്ഷ എഴുതി 299 കുട്ടികളും വിജയിച്ചിട്ടുണ്ട്. IUHS പറപ്പൂരിലെ. കഴിഞ്ഞ പ്രാവശ്യം 29 കുട്ടികൾക്കുള്ളത് ഇക്കുറി എനിക്ക് 32-35 കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കും. എന്റെ ക്ലാസ്സിനായിട്ടല്ല, ഞാൻ ഒന്നിച്ച് മൈക്കി കൂടി എന്റെ ശബ്ദം ഉപയോഗിച്ചിട്ട്. അതായത് എവിടെ ഇരുന്നിട്ടാ ക്ലാസ് എടുക്കല്? ക്ലാസ്സിൽ ഇരുന്നിട്ടായാലും എന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ, വാട്സപ്പ് ക്ലാസ്സുകളൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട്. നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പൊ തിരുത്തി പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന സുഹേലിനെ ആളുകളൊന്ന്, കുറച്ച് കുട്ടികളൊന്ന് തളർത്താൻ നോക്കി അല്ലേ? തളരുമോന്ന് അറിയാൻ വേണ്ടി നോക്കിയതായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് തളർന്നു 2 ദിവസം അല്ലേ? 2 ദിവസമല്ല, റിസൾട്ട് വന്ന 1 മുതൽ ഫോൺ ഒഴിവാക്കിയിട്ട് ഇന്നലെയാണ് ഫോൺ എടുത്തിട്ട്. പിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞ തളരാനുള്ളതല്ല ജീവിതം, പോരാടാനുള്ള? അത് ഉപ്പ, ഞാന്
ഒന്നും ഉണ്ടായിട്ട് പറയല്ല, സൂയിസൈഡിന് വരെ. അയ്യോ, അങ്ങനെ ചിന്തിക്കാതെ എന്റെ എത്ര മനസ്സിൽ ബാധിച്ചത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ. സുഹൈലെ, ഒരു കാര്യം മനസ്സിലാക്ക്, ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്ക് എല്ലാ ആരോഗ്യമുണ്ട്, പക്ഷെ അവരെന്താ നേടിയത്? സുഹൈല് നോക്ക്, അവരൊക്കെ പുറകിലാക്കിയിട്ട് ഇത്രയും മാർക്ക് നേടിയില്ലേ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുഹൈലിന് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ അതിജീവിച്ച് ഈ അവസ്ഥയിൽ എത്തിയില്ലേ? അൽഹംദുലില്ലാ. ഇനി സുഹൈലിന് ഒരു കട ഉണ്ടാവും ഇൻഷാ അല്ലാ ട്ടാ, ഒരു ഷോപ്പ് ആളുകൾ ഇട്ടേറ്റെ, എന്നിട്ട് നല്ല ജീവിതം, ചെറിയ വീടുണ്ടാക്കണം, ഉപ്പയും ഉമ്മയും നോക്കണം, അതല്ല ആഗ്രഹം. ഇടക്കിടക്ക് ചാനലിൽ മോട്ടിവേഷൻ കൊടുക്കും വേണം കേട്ടോ. ചാനലിലായിട്ടല്ല, എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്റെ നമ്പറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ടും കൊടുക്കൂലേ? ആയിക്കോട്ടെ, ഏത് രൂപത്തിലായാലും. ഓക്കെ, ശരി ശരി ശരി. സത്യം എന്ന് പറയാം, ഇത് ചെയ്തപ്പോഴാണ് ഉപ്പ കണ്ടുപിടിച്ചത്. ആണല്ലേ? ഏത് സൂയിസൈഡ് ഞാൻ നിൽക്കുന്നത് ആണോ? എങ്ങനെ എന്താ ചെയ്തത്? എനിക്ക് എന്റെ മനസ്സിനെ പിടിച്ചിട്ട് കിട്ടില്ല. അങ്ങനെ ചെയ്യരുതേ. കാരണം സുഹൈലൊരു മോട്ടിവേഷൻ, സുഹൈലിനെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ടേ. കാരണം സുഹൈലിനെ പോലുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ സൂയിസൈഡ് ചെയ്ത് കണ്ട് ഇവിടുന്ന് വിട വാങ്ങാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ധീരമായിട്ട് പോരാടണം, ഒരുപാട് പേരെ മോട്ടിവേഷൻ ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ട്ടാ. ഓക്കെ. പക്ഷെ എന്റെ മോട്ടിവേഷനെ കൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? നീ വലിയൊരു, എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ മാഷാണോ, നീ അധ്യാപകനാണോ? ഞാനിപ്പോ റിസൾട്ട് വന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ കൊടുത്തു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വോയിസ് വേണ്ട, എന്നിട്ട് പറഞ്ഞോളൂ. അപ്പൊ അതിന് കൊറേ ഇത്തമാരും ഇക്കമാരും എന്നെ കുറിച്ച് ചോദിച്ചു, നീ ഈ അധ്യാപകനാണോ, നീ ഞങ്ങളെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിലാണ് മോട്ടിവേഷൻ ചെയ്യുന്നത്. അത് കേട്ടപ്പോ വളരെ സങ്കടമായി. ഇത് നേരെ ഞാന് എന്റെ പ്രിയപ്പെട്ട +2 അധ്യാപകന് കൊടുത്തു. അപ്പൊ അധ്യാപകൻ പറഞ്ഞത്, അവർക്ക് മണ്ടനായത് കൊണ്ടായിരിക്കും അവരങ്ങനെ. നീ നിന്റെ മോട്ടിവേഷൻ ഒരിക്കലും നിർത്തരുത്. അത് നോക്കണ്ട, അത് നിന്നോട് അസൂയുള്ള ആൾക്കാരും പലതും പറയും. കാരണം നീ ഇത്രയും സുഖമില്ലാതെ ഇരുന്നിട്ട് ഇത്രയും വലിയ മോട്ടിവേഷൻ കൊടുക്കുമ്പോഴേ ആളുകൾക്ക് ജലസി ഉണ്ടാവും. അതൊന്നും നോക്കാതെ ഇനി പോരാടെ, ഉഷാറാവട്ടാ. ഓക്കെ, നിർത്തല്ലേ? എത്തണല്ലേ? അതിന് ജോലി ചെയ്യാനാണ് ഇനി ആഗ്രഹം അല്ലേ? ജോലി ചെയ്യാൻ. എന്ത് ജോലിയാണ് ഉദ്ദേശിക്കണത്? ഒരു കട ഇട്ടെന്നാ മതി. അത് മാത്രം മതി എനിക്ക് എന്റെ ജീവിതത്തിലേക്ക്. അപ്പൊ ഏതായാലും നമുക്ക് ഒരുപാട് A+ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ആദരിക്കുന്നുണ്ട്. പക്ഷെ സുഹൈലിനെ പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടല്ലോ സാബിക്ക്, ആ സെറിബ്രൽ പാൾസി വായിച്ച രാജാസിലെ കുട്ടി, അനങ്ങാൻ പറ്റൂല സാബിക്കിന്, പക്ഷെ അവന് നല്ല മാർക്കുണ്ട്. അബാഹിബ, കാഴ്ചയില്ലാത്ത പെൺകുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. ഇപ്പൊ അതാ സുഹൈലിന് ഇങ്ങനെ സെറിബ്രൽ പാൾസി തന്നെയാണ്, എന്നിട്ടും സുഹൈലിനെ ഒരുപാട് പേര് അവഗണിക്കാൻ നോക്കി. പക്ഷെ തന്റെ ആ ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ കൊണ്ട് സുഹൈൽ ഇന്ന് +2 നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലൊന്ന് മുഖം കാണിക്കണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറെ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോ കൊണ്ട് മാഷിന്റെ ചാനലിനും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, നിന്റെ ചാനലിന്റെ പേരെന്താ? എന്റെ ചാനലിന്റെ പേര് എന്റെ പേര് തന്നെയാണ്, സുഫൈലാണ് പേരില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും അൽഹംദുലില്ലാ, ഞാൻ എന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തത്. പക്ഷെ സോലിക്ക പറഞ്ഞത് ഇതിന്റെ ഫൈസൽ മാഷ വീഡിയോയോട് കൂടെ ഫേമസ് ആകും ഉറപ്പുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ സുഹൃത്തുക്കളെ, പിന്നെ ഇത് നിങ്ങൾ ചെറുതാക്കി കാണരുത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ ആദരിക്കാൻ ആരെയും വന്നിരുന്നോ? വന്നിട്ടില്ല, വരും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ. ഇതുവരെ എത്തിയിട്ടില്ലല്ലേ? അപ്പൊ ആരുന്നല്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഇവരൊന്ന് ആദരിക്കണ്ട. ഇങ്ങനത്തെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടാവുകയെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഒന്ന് ആദരിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് വരിക. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം.